ഇപ്പൊ നമ്മള് ഒരു യാത്രയിലുള്ളത് വേറെ ഒന്നല്ല, പാലക്കാടായിരുന്നു വർക്ക്. അപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വർക്ക് കഴിഞ്ഞിട്ട്. അപ്പൊ ഈ പോക്കിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും എഫ് ബിയിലായാലും നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടുണ്ട്. യൂട്യൂബിൽ ഏകദേശം 1300 വീഡിയോ, ഇൻസ്റ്റയിൽ ഏകദേശം 650 വീഡിയോ, ഫേസ്ബുക്കിലും അത്യാവശ്യം കുറെ വീഡിയോസ്, ഈ 2 വീഡിയോസും ഫേസ്ബുക്കിലും കൂടി ഇടാറുണ്ടല്ലോ. അപ്പോ നമ്മുടെ വീഡിയോ അങ്ങനെ വൈറലായി, ഏകദേശം 10 മില്യൺ വ്യൂസ് ക്രോസ് ചെയ്തു. ഇപ്പൊ 10.5 ആയി. അപ്പോ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോ ആ ആളെ കാണാനാണ് ഇപ്പൊ ഞാൻ പോകുന്നത്. അയാളായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും ബാക്കി അവിടെ വെച്ചിട്ട് കാണാം. അമ്പലത്തിന്റെ ഫ്രണ്ടിലില്ലേ കറക്റ്റ്? അപ്പൊ ആളെ കണ്ടിട്ട് വരാം. ആളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി, കൺഗ്രാറ്റ്സ്. കാര്യങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ദാസേട്ടൻ. എല്ലാവരും വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും, ഷോർട്സ് കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഏകദേശം 10.7 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പുലിവേഷം കെട്ടി ആടിയ ആ ദാസേട്ടനാണ്. ആളുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. പുഷ്പ എന്നൊരു ഫിലിമിന് ആൾ ഒരുപാട് പടങ്ങളിൽ ആള് പറയുന്നത് നമുക്ക് കേൾക്കാം. 12 വയസ്സ് തൊട്ട് തുടങ്ങിയ പരിപാടി. അങ്കമ്പട്ടില് ചെറുപ്പത്തോട്ടുള്ള കുടുംബക്കാരും എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളാണ്. ഇനി തുടങ്ങിട്ടുള്ളത് നമ്മുടെ ആരോഗ്യപ്പെടുക്കും. അതിന്റെ മുമ്പിലൂടെ കളിച്ച് കയറി പോവാ. നമുക്ക് ആളെല്ലാം കൊല്ലം ആരോഗ്യത്തിന്റെ കുറവില്ലാണ്ട് ആളെത്തിച്ചു വരും. നാളെ അടയ്ക്കാനായിട്ട് ഈ കടമ്പതിനാളെ നാളെ അടയ്ക്കാനായിട്ട് ആൾ സാധിച്ചു വരും. അതിൻ്റെ പുല്ല് എടുക്കും. നമുക്ക് സന്തോഷമാണ്. എല്ലാ ടീമുകളും നല്ല രീതിയിൽ വന്ന് കളിച്ചു കയറുന്നത് ഈ ഗണപതിനാളിലാണ്. സിനിമയില് ഒരുപാട് സിനിമയിലൊക്കെ ഇതുണ്ട്. രജനീകാന്തിന്റെ മൂവിയില് ശിവാജി പക്ഷെ കൊല്ലം കുറെ നാളെ നാളെ സിനിമ ഇറങ്ങുന്നുണ്ട്. രജനീകാന്തിന്റെ മമ്മൂക്കി രജനീകാന്തിന്റെ വീട്ടിലുള്ളത് ജോസിൽ ഇറങ്ങുന്നുണ്ട്, രാഹത്ത് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും മൂവി കാണാ. അപ്പൊ ദാസേന്റെ നമ്പർ ഒന്ന് പറഞ്ഞോ? ഇങ്ങനത്തെ എന്തെങ്കിലും പ്രമോഷൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ ആളെ വിളിക്കാം. 47 60 17 29 94 47 60 17 29. അപ്പൊ ആളിതാണ്. അപ്പൊ ഒരുപാട് പേര് ആൾ കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വന്നത്. ആളും കുറച്ച് തിരക്കിലുള്ളത്. അപ്പൊ നമ്മൾ വിളിച്ചപ്പോ ആളോട് വന്നതാണ്. എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്കൊരു മൊബൈൽ ഫോൺ തന്ന വ്യക്തിനാണ്. ഈ ഫോൺ തന്നാലോട് എന്റെ ജീവിതത്തിൽ മാറ്റണമെന്ന് എനിക്ക് ഇല്ലാണ്ട് ഇതിന് സമയം ഉണ്ടായിരുന്നു. ആള് എനിക്ക് സഹായിച്ചതാണ്. ഒരിക്കലും മറക്കില്ല. അപ്പൊ ശരി, താങ്ക് യു.